ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ദേശീയപാത കൂരിയാട് അണ്ടർപാസിന് ഇവിടെ നിന്ന് അങ്ങോട്ട് കുളപ്പുറം ഭാഗത്തുള്ള പുതിയ വരുന്ന വയഡക്റ്റ് പാലത്തിൻ്റെ ഒരു വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങളായി നമ്മളവിടുത്തെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൂരിയാട് അണ്ടർപാസിന് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്കുകളാണ്. പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ട് കുറഞ്ഞ ഈ ഒരു ഭാഗത്ത് മാത്രമാണുള്ളത്. അപ്പോൾ എത്രത്തോളം വർക്കുകളാണ് എല്ലാം ഒന്ന് കണ്ടുവെക്കാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാട്ടോ കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ വർക്കുകൾ. എത്രത്തോളം വർക്കുകളാണ് ഇപ്പോൾ കഴിഞ്ഞതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അവിടെ നിന്ന് സൂം ചെയ്തിട്ട് ആ ഏരിയ, നമുക്ക് കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഏരിയ ഒന്ന് ആദ്യം നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂരിയാട് പാടത്ത് ഏകദേശം കുളപ്പുറം കഴിഞ്ഞ് ഒരു 150 മീറ്റർ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പാലത്തിൻ്റെ പണി നടക്കുന്നത്. അതൊരു റോഡിൻ്റെ പണികൾ കഴിഞ്ഞ് ടാറിംഗ് വർക്കുകളൊക്കെ മുന്നേ കഴിഞ്ഞതൊക്കെ മുന്നേ ഞങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള ആദ്യ പില്ലറിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ പിയർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞു. അതിനുശേഷം പിന്നെയുള്ള വർക്കുകൾ പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരെ ഈ അണ്ടർപാസ് വരെ ഉള്ളതിൽ പില്ലറിൻ്റെ വർക്കുകൾ, തൂണുകളുടെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഒരു 3 തൂണിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ആ പിയറിൻ്റെ വർക്കുകൾ ആ ഏരിയയിൽ നിന്ന് തുടങ്ങി ഏകദേശം പകുതിയോളമായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പകുതി ഭാഗം കൂടിയും പിയർ ക്യാപ്പിൻ്റെ വർക്കുകളുള്ളൂ. അതും കൂടി കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഗർഡർ ലോഞ്ചിങ്ങിലേക്കാണ് നമ്മുടെ കൂരിയാട് പാലത്തിൻ്റെ വർക്ക് നടക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ കാണാം, ഇവിടെ ഒരു വാളിൻ്റെ പണി നടക്കണം കേട്ടോ. അതല്ലേ, ചുറ്റിലും കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് ഈ നമ്മൾ നിൽക്കുന്ന ഈ ഹൈറ്റിനൊപ്പിച്ച് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വണ്ടി കാണുന്നത്, ഒരു എക്സ്കവേറ്റർ. അപ്പോൾ ഇതിങ്ങനെ ഉയർന്നു വരും, ഉയർന്ന് മണ്ണിട്ട് ഉയർത്തി ഈ അണ്ടർപാസിനൊപ്പിച്ച് ലെവലാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ഈ തൂണ്, ഈ 2 വാളും ഉയർന്ന് ഇതിനോടൊപ്പിച്ച് ഇവിടെയൊക്കെ ഫില്ലാക്കി ആ പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ഗർഡർ വരാനുള്ളതാണ്. നമ്മളെ കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്ത് ഗർഡറുള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടോ. അതിനുള്ള പണികൾ കുറേ മുന്നേ അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിയർ ക്യാപ്പിൻ്റെ വർക്ക് ആ ഭാഗത്ത് കമ്പിയൊക്കെ സെറ്റ് ചെയ്യണം. നോക്കി ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിയർ ക്യാപ്പിൻ്റെ ഉള്ള മുകളിലെ ആ കമ്പിയൊക്കെ ശരിച്ചും ഇതിലൊക്കെ ആയിട്ട് കമ്പി റൗണ്ടിലൊക്കെ കമ്പി സെറ്റ് ചെയ്ത് അത് സ്ക്വയറിൽ കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെയാണ് ഞങ്ങൾ നടക്കാനുള്ളത്. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കൂടെ വാഹനങ്ങളൊക്കെ പോയി തുടങ്ങിയിട്ട് കുറേ ദിവസമായി. സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞു. അതിന് ശേഷം ഇവിടുത്തെ വർക്കുകളൊക്കെ ആരംഭിച്ചത്. ഇപ്പോൾ ഈ ഭാഗത്ത് പണിക്കാർ നിൽക്കട്ടോ, കോൺക്രീറ്റ് ഇടാൻ വേണ്ടി ഈ വാളിനുള്ള കോൺക്രീറ്റ്. അതുപോലെ കോൺക്രീറ്റ് പമ്പിങ് മെഷീന്, അതിൻ്റെ മെഷീനൊക്കെ ഇവിടെ സെറ്റാണ്. ഈ കോൺക്രീറ്റ് ഇടാനുള്ള ലോഡ് വണ്ടി ഒരു കാത്തിക്കാട്ടോ, കോൺക്രീറ്റ് ചെയ്യാനുള്ള വണ്ടി കാത്തിക്കാണ്. അടാ അല്ല വണ്ടിതാ അവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള ആ പമ്പ് ചെയ്യണ സാധനമില്ലേ, ആ കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിട്ടുണ്ട്. അല്ല, ആ വണ്ടിക്ക് കോൺക്രീറ്റ് വണ്ടിക്ക് കാത്തിക്കാണ്, വെയിറ്റ് ചെയ്യണം. അത് ഒന്നാലും ഇങ്ങനെ കോൺക്രീറ്റ് നമ്മൾ കാണരുത്. പക്ഷേ അതിന് പണി നടക്കുന്നില്ല, വണ്ടി എത്തിയില്ല. വണ്ടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ഈ ഭാഗത്തേക്ക് വരാം. സർവീസ് റോഡിൻ്റെ ഈ ഒരു ഏരിയ നോക്കി, കുളപ്പുറം ഭാഗത്തുനിന്ന് സർവീസ് റോഡിന് ഈ ഏരിയയിലെ ബ്ലോക്കൊക്കെ ഉണ്ടാവില്ല, വാഹന ഗതാഗതക്കുരുക്ക് ഏറ്റവും കൂടുതൽ ഈ റീച്ചിൽ ഈ ഭാഗത്തുണ്ടാകൽ ഈ ഒരു സൈഡിലാണ് നമ്മൾ നിൽക്കുന്ന ഈ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഏരിയ. ഈ ഭാഗം വളരെ സുഖകരമായി കടന്നു പോകട്ടോ. കാരണം ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് അവിടെ ബ്ലോക്ക് കാര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ മണ്ണിപ്പിലാക്കൽ ഭാഗത്തേക്ക് പോകുന്ന റോഡൊന്നും കണ്ടോക്കി. ഇവിടെ ആയിരുന്നു ആദ്യം ഒരു വീതി കൂട്ടി വന്നാട്ടോ. ഇവിടുത്തെ അതേ ആ മാർക്കറ്റുകളൊക്കെ പൊളിച്ച് നീക്കി ഇവിടുന്ന് നല്ലൊരു മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിലും അവിടെ അതൊക്കെ പൊളിച്ച് ഒഴിവാക്കി ഇവിടെ റോഡൊക്കെ വീതി കൂട്ടി സെറ്റാണ്.
അതുപോലെ കൂരിയാട് പനമ്പുഴ കക്കാട് പനമ്പുഴ കടലുണ്ടിപ്പുഴ പാലം ആ ഒരു ഏരിയ അവിടെ. ഓക്കെ, ഇത്രത്തോളം കൂടുതലൊന്നുമില്ല നമ്മളിനി പറയാൻ. കാരണം കൂരിയാട് എന്താ ഈ പാലത്തിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളം ആയി എന്ന് പറഞ്ഞ ആളുകൾ എന്താ വീഡിയോ ഒന്നും കാണില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പീർ ക്യാപ്പിന് മുകളിൽ തകൃതിയായി വർക്ക് നടക്കുന്നത്. അതുപോലെ കോൺക്രീറ്റ് ഇട്ടതൊക്കെ വെള്ളം കൊണ്ട് നനച്ചെടുക്കണമൊക്കെ കേട്ടോ അവിടെ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഒന്നുകൂടി. അപ്പോൾ ഈ ഒരു സൈഡിൽ പിയറിൻ്റെ വർക്ക് 1, 2, 3, 4 5 തൂണിലാണ് ഇനി വരാനുള്ളത്. നേരെ ഓപ്പോസിറ്റിൽ 1, 2, 3, 4, 5, 6 തൂണിലും. അതുകൂടി കഴിഞ്ഞാൽ നമ്മളെ ഗർഡറുകളൊക്കെ വെച്ച് അതിൻ്റെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഒരു കോൺക്രീറ്റ് മനസ്സിലായ ബാർപ്പ് ഗർഡർ വെച്ചതിന് ശേഷം ബാർപ്പ് വർക്ക് പിന്നെ ടാറിംഗ് വർക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഇനി ഏകദേശം ഒരു 4-5 മാസം പിടിക്കൂട്ടോ. പിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഗർഡറൊക്കെ വെച്ച് തുടങ്ങണമെങ്കിൽ 4-5 മാസം എടുക്കുന്നതാണ് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ വൈകും. കുളപ്പുറം ആയിരുന്നു അവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഏരിയയിലാണ്. ഇവിടെ നടക്കുന്നു. ഇപ്പോൾ ആ സെൻറ്റർ ഭാഗത്ത് പിയറിൻ്റെ മുകളിൽ ആ കമ്പിയൊക്കെ ബെൻഡ് ചെയ്തത് സെറ്റ് ചെയ്ത് വെക്കുന്ന വർക്കുകൾ കാണട്ടെ നമുക്ക്. അടിഭാഗത്തുനിന്ന് ഓരോന്നെടുത്ത് ഇങ്ങനെ മൊത്തത്തിലല്ല പച്ചക്കമ്പികൾ അടി പില്ലറിൻ്റെ ഭാഗവും അതുപോലെ പിയറിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതുപോലെ അവിടെ ഈ പിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വർക്കാണ് നിങ്ങൾ ഒന്നുകൂടി വലുതാക്കിയിട്ട് കാണിക്കുന്നുണ്ടോ. സെൻറ്റർ ഭാഗത്തു നിന്നുള്ളൊരു ദൃശ്യമാണ് നമുക്ക് കാണാം. അപ്പോൾ നല്ല വേഗതയിൽ വളരെ വേഗതയിലാണ് ഇപ്പോൾ കൂരിയാട് അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുളപ്പുറം ആ ഒരു ഏരിയയിൽ ഇപ്പോൾ വെള്ളം നനച്ച് കൊടുക്കുന്ന ആ ഏരിയ ഇപ്പോൾ നമുക്ക് കാണണ്ടാവും. അല്ല കുളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നാൽ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ തന്നെ അവിടെയാണ് ആദ്യത്തെ ഓഗുവാൽ, അതായത് 2 കനാലിൽ വരുന്ന പാലം ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ച് നീക്കി അവിടെയൊക്കെ പില്ലർ ഉയർന്നു വരട്ടെ. അവിടെ പില്ലർ ഉയർത്തി ഈ പീർ ക്യാപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 അവിടെ ഗർഡറൊക്കെ വെച്ചിട്ട് നല്ലൊരു പാലത്തിൻ്റെ പണിയെ പൂർത്തീകരിച്ചിരുന്നു. അതൊക്കെ പൊളിച്ച് മാറ്റി 3 സെക്ഷനായിട്ടുള്ള വെള്ളം ഒഴിഞ്ഞ് പോകുന്ന രീതിയിലുള്ളൊരു ഒരു പാലമായിരുന്നു അതിൻ്റെ സെൻറ്ററിൽ. അതൊക്കെ പൊളിച്ച് നീക്കി ഇപ്പോൾ അവിടെ പില്ലർ ഉയരുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നിൽക്കുന്ന ഈ അണ്ടർപാസ് വരെയാണ് പാലത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഉച്ചക്കെടുത്തൊരു വീഡിയോ കേട്ടോ. ഇന്ന് ഞായറാഴ്ച. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അതിൻ്റെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ തന്നെ വിളിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.